നമസ്കാരം. ഇത് എൻ്റെ ഒരു വകയിലെ പെങ്ങളുടെ മോളാണ്. ഒരു 40 വയസ്സുള്ള പെണ്ണിനെ ഞാൻ കളിച്ച സംഭവം. സത്യം പറഞ്ഞ ഇത്രയും കഴുപ്പുള്ള കളിവാസിയുള്ളൊരു പെണ്ണ് ഞാൻ വേറെ കണ്ടിട്ടില്ല. അവൾ സ്ട്രേറ്റ് ഫോർവേഡാണ്. എല്ലാം നേരെ വെട്ടി തുറന്ന് പറയും. അപ്പം അത് എറണാകുളം ജില്ലേൻ്റെ കിഴക്ക് ഭാഗത്താണ്. അപ്പോൾ ഇവളുടെ മാരേജിനൊക്കെ ഞാൻ സഹായിച്ചിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ എനിക്ക് നല്ലൊരു എമൗണ്ട് തരാനുണ്ട്. അപ്പോൾ എന്നോട് ചെല്ലാൻ പറഞ്ഞ് അങ്ങനെയാണ് ഞാൻ അവിടെ ചെന്നേക്കണത്. പക്ഷെ അന്ന് ക്യാഷ് അറേഞ്ച് ആയിട്ടില്ല. 2 ദിവസം ഇവിടെ നിൽക്കണം പറഞ്ഞു. ഞാൻ ഉദ്ദേശിച്ച റോളിങ് നടന്നിട്ടില്ല. പറ്റിക്കൽസ് ടീമൊന്നുമല്ല, പറഞ്ഞാൽ തരുന്ന ആൾക്കാരാണ്. അവർക്ക് ഫാദറില്ല. അപ്പം ഈ തള്ളക്കെന്ന് പറഞ്ഞാൽ ഞാൻ അവിടെ ചെന്നാലൊന്നും ഒരു ഡൗട്ടുമില്ല, ഒന്നുമില്ല. അപ്പോൾ ഇവർക്ക് ഷുഗർ കൂടിയിട്ട് ഇവർ ഡോക്ടറെ അടുത്ത് പോയി. അവർ വരാൻ ലേറ്റാവും. അവർക്ക് നല്ല ഏജുണ്ട്. അപ്പോൾ അവർ വണ്ടി വിളിച്ചിട്ടാണ് പോയത്. വരുവോളം സമയമുണ്ട്. അപ്പോൾ ഇവളവിടെ ഉണ്ട്. ഇവളെ കെട്ടിച്ച് വിട്ടതാണ്, അവളവിടെ വന്നതാണ്. ഇവള് സ്മോൾ അടിക്കണ കാലം എനിക്കറിയാം. പക്ഷെ തുറന്ന് സംസാരിക്കും. അപ്പോൾ ഞാനും ഇവളിങ്ങോട്ട് പകലങ്ങനെ ഇരിക്കുകയാണ്. വേറെ ആരുമില്ല വീട്ടിൽ, വലിയൊരു വീട്. ഇവള് വർത്തമാനങ്ങളൊക്കെ പറഞ്ഞ് ഈ സെക്ഷലായിട്ടുള്ള കാര്യങ്ങൾ ഒക്കെ ഡിസ്കസ് ചെയ്യാൻ തുടങ്ങി. എന്നിട്ട് ഇവൾ എന്നോട് ചോദിച്ച് എത്ര ഏജ് വരെ ഈ വികാരം ഉണ്ടാവും ആണുങ്ങൾക്ക്, എത്ര ഏജ് വരെ കഴിവുണ്ടാവും. അപ്പം ഞാൻ ഈ കള്ളവെടിയൊക്കെ വെക്കണത് അവൾക്ക് അറിയും. മറ്റേ ആൾക്കാർക്കൊക്കെ ഞാൻ അടിച്ചു കൊടുത്തതൊക്കെ അവൾക്ക് അറിയും. കാരണം കുടുംബത്തിലൊക്കെ ചെറിയൊരു ചർച്ചയൊക്കെ വരുമ്പോൾ എങ്ങനെയായാലും അവൾക്ക് അറിയും. അതുകൊണ്ടാണ് അവൾ ആ ടോപ്പിക്ക് എടുത്തിട്ടത്. അപ്പം എത്ര വയസ്സ് വരെ ഉണ്ടാവും. ഞാൻ പറഞ്ഞ് എൻ്റെ ഈ പ്രായത്തിലും എനിക്കൊരു 20കാരൻ്റെ വികാരവും സ്ട്രെങ്ത്തും ഉണ്ട്. അപ്പം ഞാൻ നിനക്കിപ്പോൾ എന്താ സ്ഥിതി, വികാരം എങ്ങനെയാണ്, കാഷ്വലായിട്ട് ചോദിക്കാം. അപ്പോൾ അവൾ പറഞ്ഞ് എനിക്ക് സാധാരണ പെണ്ണുങ്ങളെ പോലെയല്ല, അതിലും കൂടുതലാണ്. അപ്പോൾ ഞാൻ ചോദിച്ചാൽ ഹസ്ബൻഡ് എങ്ങനെ എല്ലാം നല്ലോണം പെരുമാറി തരണുണ്ട് ചോദിച്ചേ. അപ്പോൾ അവൾ പറഞ്ഞു അത് ബെഡ്റൂമിൽ ശുദ്ധ പരാജയമാണ്. ഇതുവരെ അതിൻ്റെ ക്ലൈമാക്സിലെത്തിക്കാൻ അയാൾക്ക് പറ്റിയിട്ടില്ല. അപ്പോൾ ഞാൻ ചോദിച്ചു നിനക്ക് ഇതിന് മുമ്പ് എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടോ, കല്യാണത്തിന് മുമ്പ്? അപ്പോൾ അവൾ പറയണേ അതാണ് എൻ്റെ ലാഭം, അതും കൂടി ഉണ്ടായിട്ടില്ലെങ്കിൽ ഞാൻ എൻ്റെ ജീവിതം ഇങ്ങനെയല്ലേ തീരാൻ പോണത്. അപ്പം ആരാണ് എന്താണെന്നൊന്നും ഞാൻ ചോദിച്ചില്ല. എന്നാലും ഞാൻ മെല്ലെ ചോദിച്ചു ആരാണ് ആള്. അപ്പോൾ അവരുടെ വീടിൻ്റെ അടുത്തുണ്ട് പെട്ടെന്ന് ഉയർന്നു വന്നൊരു ബിസിനസ്സുകാരുണ്ട്, അരിക്കച്ചവടം. ഏകദേശം എൻ്റെയൊക്കെ പ്രായം. അതിൽ ഏട്ടനനിയനാണ്. അതിൽ അനിയൻ ഇവളെ കളിച്ചിട്ടുണ്ട്. നല്ല പ്രായത്തിൽ ഇവളെ കളിച്ചിട്ടുണ്ട്. ഇവളെന്നോട് പറഞ്ഞു ഇന്നാളെന്നെ കല്യാണത്തിന് മുമ്പ് സ്ഥിരമായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോഴൊക്കെ എനിക്ക് ക്ലൈമാക്സ് കിട്ടിയിട്ടുണ്ട്. ഇയാൾ കല്യാണം കഴിച്ചിട്ട് പിന്നെ എനിക്ക് ആ സംഭവം ഉണ്ടായിട്ടില്ല. ഇങ്ങനെയൊക്കെ പറയാം. അപ്പോൾ നീ ഇങ്ങനെ സഹിച്ച് ജീവിക്കുകയാണ് ചോദിച്ചത്. അപ്പോൾ പറഞ്ഞ് അല്ലാണ്ട് എന്ത് ചെയ്യും. അപ്പോൾ അവളോട് ചോദിച്ചു ചാൻസ് കിട്ടിയോ നീ പോകുക ചോദിച്ചു. ചാൻസ് കിട്ടണ്ടേ. അപ്പോൾ ഞാനവളോട് ചോദിച്ചേ ഇപ്പം നല്ല ചാൻസാണല്ലോ, നിനക്ക് ഞാൻ ക്ലൈമാക്സ് എത്തിച്ച് തരണം ചോദിച്ചു. അപ്പോൾ ഇവള് ചിരിച്ച്. അപ്പോൾ ഇവളെന്നോട് പറഞ്ഞു എൻ്റെ കണ്ണിൽ മരുന്നിട്ടിച്ച് തരുമോ ചോദിച്ചു. ഇവളെ കണ്ണ് ഡ്രൈ ആകുക, കണ്ണിൻ്റെ ഉള്ളിൽ ഒരു സൈസ് കണ്ണുനീരിങ്ങനെ നമ്മുടെ കൺപോളകൾ ഒരു മിനിറ്റിൽ ഒരുപാട് പ്രാവശ്യം തുറന്നുണ്ടായും. അപ്പോൾ അവിടെ ഒരു ലൂബ്രിക്കേഷന് കണ്ണിൽ തന്നെ ഒരു ജലാംശം ഉണ്ടാവും. ഇവൾക്ക് അത് കുറച്ച് നാളായിട്ടില്ല. അപ്പോൾ ഡോക്ടർ കൊടുത്ത മരുന്ന്, അപ്പോൾ അത് കണ്ണിൽ ഇറ്റിച്ച് കൊടുക്കുകയും ചെയ്യും. ഞാൻ മരുന്ന് കണ്ണിൽ ഇറ്റിച്ച് കൊടുത്ത് മരുന്നും കുപ്പി ഇവൾ ചേറിലിരിക്കണം. മരുന്നും കുപ്പി മേശപ്പുറത്ത് വെച്ചിട്ട് ഞാൻ നെറ്റിമേലൊക്കെ ഇങ്ങനെ സലോടിയപ്പോൾ കണ്ണൊക്കെ കൂമ്പി അടച്ച് അതിൽ ഞാൻ ചുണ്ടിലൊരു വെറുതെ ഒരു മുത്തം കൊടുത്ത് അതിൽ ചുണ്ട് വിറക്കുക. അതിൽ ഞാൻ ചുണ്ട് ലിപ്പ് ലോക്ക് ചെയ്ത് ഇപ്പോൾ ഇരിക്കണമെന്നാണെങ്കിൽ അതിൽ ഞാനവളെ പിടിച്ച് എണീപ്പിച്ച് കെട്ടിപ്പിടിച്ച്
ഇപ്പോൾ മാക്സി ഇട്ടേക്കണം, ഒരു കുഴപ്പമില്ല. ആ മാക്സിൻ്റെ പുറത്തുകൂടി മുലക്കൊക്കെ പിടിച്ച് ചുണ്ട് നല്ലോണം ഏമ്പി കിസ് ചെയ്തൊക്കെ കൊടുക്കുമ്പോൾ ഉള്ളു സീൽക്കാരങ്ങളൊക്കെ പുറപ്പെടുവിക്കൽ തുടങ്ങി. അപ്പോൾ അടിപ്പാവട ഇട്ടല്ല, ഞാൻ മാക്സി തലവഴി ഊരിയപ്പോൾ ചട്ടിയും ബ്രേസിയറും ഉള്ളു. ഞാൻ ബ്രേസിയറിൻ്റെ ഹുക്ക് ഊരി കഴിഞ്ഞപ്പോൾ എൻ്റെ പൊന്നെ 40 വയസ്സായിട്ടുള്ള അതൊരു മുതലാണ്. ഓവർ വലിപ്പമൊന്നുമല്ല, നല്ല ബലവും ചെറിയ നിപ്പിൾസും. ഞാനെന്ത് അന്തം പെട്ട്. പിന്നെ ഇതൊരു ലക്കി ചാൻസ് ആണല്ലോ, ഒട്ടും പ്രതീക്ഷിക്കാത്ത നേരത്ത് വന്ന് പെട്ടൊരു ഇതാ. അതിൽ ഞാൻ മെല്ലെ ഇവിടെ സോഫമ്മയിൽ കൊണ്ടുപോയി ഇരുത്തി, ഞാൻ അരിയത്തിരുന്ന് അതിൽ ഇവള് മടി കയറിയിരുന്നു. അതാണ് ഞാൻ പറയും, ഇവള് നല്ല കളി ഇൻട്രസ്റ്റുള്ള മടി കയറിയിരുന്ന് മുതലെടുത്ത് ഇങ്ങനെ മുഖത്തെടുക്കുക, അതിൽ ആ മുതലൊക്കെ എമ്പി മുതലെ ചപ്പി കൊടുക്കാൻ അവൾക്ക് നല്ല ഇഷ്ടം. അതുമേലെ എത്ര ബലത്തിൽ പിടിച്ചാലും അവൾക്ക് വികാരം കൊള്ളുക. ചില പെണ്ണുങ്ങൾക്ക് പിടിച്ചാൽ വേദനയാവും. അപ്പോൾ നമ്മളവരെ മനസ്സിലാക്കിയിട്ട് വേണം അവരൊന്ന് ചെയ്തു കൊടുക്കാൻ. അപ്പോൾ ഇവൾക്ക് ഇതുമേൽ നല്ല മർദ്ദനം ഇഷ്ടമാണ്. ഇതൊക്കെ ചെയ്ത് കുറച്ച് നേരം കഴിഞ്ഞ് ഞാൻ സോഫമ്മ നിന്നിട്ട് കട്ടിലുമേ കൊണ്ടുപോയി അവിടെ കിടത്തിയിട്ട് ചട്ടി ഊരി. അപ്പം ഉണ്ട് നല്ല വലിപ്പമുള്ള അപ്പം, ക്ലീൻ ഷേവ്. ഞാൻ പിന്നെ നാക്കും കൊണ്ടൊക്കെ ചെയ്യാൻ ഒരു അറപ്പുള്ള ആളല്ല. കാരണം നമ്മുടെ ഓപ്പോസിറ്റ് ഉള്ള ആളെ നമ്മൾ ഏറ്റവും സന്തോഷിപ്പിക്കണം. നാക്കും കൊണ്ട് ആക്കി ആ കന്തൊക്കെ ഇങ്ങനെ ചപ്പി കൊടുത്തപ്പോൾ ഈ പെണ്ണ് വച്ചിടണം, ബഹളം ഉണ്ടാക്കണം, എന്തൊക്കെയോ ചെയ്യും. കുറേ നേരം മുതലേ ചപ്പും ഇവിടെ ആക്കും അങ്ങോട്ടും ഇങ്ങോട്ടും. ഇപ്പോഴും വികാരത്തിൻ്റെ കൊടുമുടിയിലെത്തിച്ച്. അതിന് ശേഷം ഇവൾക്ക് വേണമെന്ന് തോന്നിയ നേരത്താണ് ഞാൻ സാധനം എൻട്രി ചെയ്ത്. പക്ഷെ എനിക്കൊരു സ്വഭാവമുണ്ട്, കുറച്ച് നേരം ഹോൾഡ് ചെയ്ത് വെക്കും. കാരണം ഇവരെ കൊതിപ്പിക്കുക. എൻ്റെ മുന്നേ ഇപ്പോൾ കിടന്ന് എൻ്റെ പുറത്തിടിക്കണം, എന്തൊക്കെയോ ചെയ്യും. അല്ല ഞാൻ മെല്ലെ പുഷ്പുള്ള ആരംഭിച്ച് മെല്ലെ മെല്ലെ സ്ലോവിൽ അടി തുടങ്ങി. പിന്നെ കുറച്ച് സ്പീഡാക്കും, പിന്നെ സ്ലോ ആക്കും, പിന്നെ സ്പീഡാക്കും, അങ്ങനെ പിന്നെ സ്ലോവിൽ കൊണ്ടുവരും. ഇവരുടെ ക്ഷമ പരീക്ഷിക്കുകയാണ്. കാരണം ഞാനിതിൽ എക്സ്പെർട്ടാണ്, അത് ഇവൾക്ക് അറിയില്ലല്ലോ. പിന്നെ സ്പീഡാക്കും, പിന്നെ ഹൈല പീക്കിലെത്തിയപ്പോണ്ട് സ്പീഡിലടി തുടങ്ങി. അതിൽ പിള്ളി തട്ടിപ്പെട്ടെന്നെയും മുഖമൊക്കെ ഇങ്ങനെ കോടി അവൾക്ക് അവളെ ഇങ്ങനെ ഇട്ട് പൊന്തി അടിക്കുമ്പോൾ അവൾക്ക് വികാരം വന്നാൽ അവൾക്ക് വെള്ളം പൊട്ടിയ രംഗോണാക്കണ്ട്. അത് കഴിഞ്ഞ് എന്ന് പറഞ്ഞ് ആരെ പൊന്തിച്ച് കട്ടിൽ ബെഡ്മേ തന്നെ അമർന്നു തളർന്ന പോലെ. ഞാനുണ്ടാ നിർത്തണ്, എനിക്ക് വന്നിട്ടില്ലല്ലോ. അടിച്ച് രണ്ടാമത്തെ പ്രാവശ്യം അവൾക്ക് വന്ന് അതിൻ്റെ തലയൊലികൾ അടങ്ങിയപ്പോഴാണ് ഞാൻ അടിച്ച് അതിൻ്റെ ഉള്ളിൽ ഒഴിച്ച് എൻ്റെ വികാരം മുഴുവൻ അതിൽ ഞാൻ അടിച്ചൊഴിച്ച് കൊടുത്തു. ആ പെണ്ണ് തളർന്ന് കിടക്കണ ഒരു കിടത്തം, അത് പൂർണ്ണ നഗ്നായിട്ട്. ഞാൻ ശല്യപ്പെടുത്താൻ പോയില്ല, അടുത്ത് കിടന്നു. ഇത് കഴിഞ്ഞ് ഉച്ച കഴിഞ്ഞപ്പോൾ അടുത്ത ഷോ അത് ഇവിടെ എനിക്ക് മുകളിൽ കയറി അടിച്ചു തന്നു. പക്ഷെ അവൾക്ക് വേഗം വരും. അത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഡ്രൈവ് ചെയ്യും. പക്ഷെ തുടക്കം അവൾ ഇട്ടു തന്നു. അത്ര വലിയ തടിയൊന്നുമില്ല, അത്ര മെല്ലിച്ചതുമില്ല, മുകളിൽ കയറി അടിക്കാനൊക്കെ ഉള്ള ആരോഗ്യമുണ്ട്. ഏതായാലും അതൊരു തുടക്കമായിരുന്നു. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ പോവും, കളിക്കും. ഞാൻ ചെല്ലുമ്പോൾ അവൾ വീട്ടിൽ വരും, അങ്ങനെയാണ്. ഇപ്പോൾ കുറേ ആയിട്ട് പോയിട്ടില്ല. ഇപ്പോൾ ഈ നാളെ ശനിയാഴ്ച മിക്കവാറും ഞാൻ പോകണമെന്ന് വിചാരിക്കുന്നുണ്ട്. കാരണം എനിക്ക് 2 ഹോളിഡേയ്സാണ്. ബാങ്ക് പിന്നെ 2 ദിവസം ബാങ്ക് വരെ സ്ട്രൈക്ക് വേണം. അപ്പോൾ അത് ചിലപ്പോൾ 4 ദിവസം അവധി ഉണ്ടാവും. മിക്കവാറും നാളെ പോവും. എന്നിട്ട് പോയി വന്നിട്ട് ബാക്കി പറയാം. നമസ്കാരം.